ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ നോമ്പൊക്കെ നോറ്റ് ക്ഷീണിച്ച് നമ്മുടെ ഫുൾ പവറൊക്കെ പോയി നോമ്പ് തുറക്കുമ്പോൾ ഇതൊരു ഗ്ലാസ് കിട്ടിയാൽ നമ്മളെ ഫുൾ എനർജിയൊക്കെ നമുക്ക് ബാക്കപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കാരണം അത്രയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിത് യൂട്യൂബിൽ നിന്ന് തന്നെ ഇൻസ്പയർ ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ. ഒരു ചാനലിൽ കണ്ട് ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് ഒരു 2 പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം ഞാൻ അതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കുന്നത്. മിൽക്ക് മെയ്ഡ് ഉള്ളവർക്ക് അങ്ങനെ മിൽക്ക് മെയ്ഡും ചേർക്കാം. ഞാനിപ്പോൾ പഞ്ചസാര ഒരു 4 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പാൽപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഒരു 4 ടീസ്പൂണോളം പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾ മിൽക്ക് മെയ്ഡ് അല്ലല്ലോ ചേർക്കുന്നത്. മിൽക്ക് മെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഈ പാൽപ്പൊടിൻ്റെ ആവശ്യമില്ല കേട്ടോ, അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പാൽപ്പൊടി ഒരു 4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ വാനില എസൻസും ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ക്ലിപ്പ് ഇവിടുന്ന് കട്ടായിട്ടുണ്ട്, അപ്പോൾ അതെനിക്ക് കിട്ടിയില്ല. പിന്നെ നമ്മൾ എന്താ പറയുക, കുറച്ച് പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പാലിൽ കുറച്ചൊരു 3 to 4 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ആഡ് ചെയ്തിട്ട് അത് നമ്മൾ ഒന്ന് കലക്കി മിക്സ് ചെയ്തിട്ട് ഈ പാലിൻ്റെ മിക്സിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അത് നമ്മൾ എന്താ പറയുക, നല്ല അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല തിക്കും ആവണ്ട, എന്നാൽ നല്ല ലൂസും ആവണ്ട, അത്തരം ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. നല്ലപോലെ ഇളക്കി കൊടുക്കണുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കും, അത് ഷുവറാണ്. അങ്ങനെ അതിൻ്റെ തീ ഓഫ് ചെയ്ത് നമുക്കത് മാറ്റി വെക്കാം. ഇനി കുറച്ച് ചൊവ്വരി, സാബൂനരി എന്നൊക്കെ പറയും, അതെടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അത് വെന്തതിന് ശേഷം നമുക്കത് ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ ഈ പാലിലേക്ക് അത് ആഡ് ചെയ്യാം. പാല് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രം ചേർത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ആഡ് ചെയ്യാം. ഞാനിവിടെ ഫ്രൂട്ട്സായിട്ട് എടുത്തിട്ടുള്ളത് മുന്തിരി, ആപ്പിള്, പിന്നെ അനാറാണ് എടുത്തിട്ടുള്ളത്. നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സുകളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പക്ഷേ പൈനാപ്പിൾ സ്കിപ്പ് ചെയ്യാം, കാരണം അതിട്ടാൽ കയ്പ്പ് രസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പൈനാപ്പിൾ ആഡ് ചെയ്യേണ്ട. അല്ലാത്ത ഫ്രൂട്ട്സും നട്ട്സും അങ്ങനത്തെ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാം കേട്ടോ. അങ്ങനെ അതൊക്കെ ചേർത്ത് മിക്സാക്കി നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചെടുക്കാം. എന്നിട്ട് നോമ്പ് തുറക്കുമ്പോൾ ഇതൊരു 1-2 ഗ്ലാസ് കുടിച്ചാൽ അത് മതി. പിന്നെ വേറെ ഒന്നിൻ്റെ ആവശ്യം നമുക്ക് ഉണ്ടാവില്ല. പിന്നെ തറാസ്കാരൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ അപ്പോഴും ഒരു ഗ്ലാസ് കിട്ടിയാൽ അത്രയും റാഹത്തായിട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.